ഹലോ, കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടപ്പെടാത്തൊരു ഐറ്റമാണല്ലേ ഈ വെണ്ടക്കായ. അവർ സാമ്പാറിലും മറ്റുള്ള കറികളിലൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് കറി കഴിക്കാമെന്ന് ചെയ്യുള്ളൂ. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ കട്ട് ചെയ്ത് തരുന്നത് തന്നെ മോനാണ് കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് മാത്രമാണ് അവർ ഉണ്ടാക്കി തരാൻ സപ്പോർട്ടിന് കൂടെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അവരത് നോക്കുന്നില്ല. പക്ഷെ ഇത് കട്ട് ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാനായിട്ടാ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കണ്ടില്ലേ, എന്ത് രസമല്ലേ. അപ്പോൾ ഇത് കുട്ടികൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ കടഭാഗം മുറിച്ച് വെച്ചതൊക്കെ കാണാം, പെയിൻറ്റ് ആക്കിയിട്ട് പെയിൻറ്റിൽ മുക്കിയിട്ടൊക്കെ ബുക്കിലൊക്കെ ആക്കണത്. അത് കാണുമ്പോഴൊക്കെ നല്ല രസമാണ്. എൻ്റെ കൃഷിയിടത്തിൽ കുറച്ച് വെണ്ടക്ക കൃഷിയും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് ഉപ്പേരിക്കൊന്നും തികയില്ല. അത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടെ മിക്സ് ചെയ്യാനേ പറ്റുള്ളൂ. സംഭവം എല്ലതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകുമാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൊരിഞ്ഞ് വരുമ്പോൾ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഇനി അതിലേക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ടാ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ കുറേ ടൈം ഇങ്ങനെ എടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നന്നായി മൊരിയിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. മൊരിഞ്ഞിട്ടില്ല വെച്ചെങ്കിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഏത് കഴിക്കാത്തവരും കഴിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.